സംശയം ചോദിച്ചിട്ട് താങ്കൾ പറഞ്ഞോളൂ. സോയ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഉല്ലാസ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഈ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ വികസനത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ അല്ലല്ല വാട്സപ്പല്ല, ഞാന് നിങ്ങള് വഴങ്ങി തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പോയിന്റിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ടാണ് മറ്റത് ഉല്ലാസ് ചിലപ്പോൾ ഒന്ന് ഇടപെട്ടപ്പോൾ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മെട്രോമാൻ ഇവിടെ നിങ്ങൾ മനസ്സിലായി BJPക്ക് മത്സരിക്കാൻ പറ്റുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആളായിരുന്നു മെട്രോമാൻ, സംശയമൊന്നുമില്ലല്ലോ. മെട്രോമാന് കിട്ടിയ വോട്ട് ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ? അല്ല, കിട്ടില്ല. ഞാൻ പറയുന്നത് മെട്രോമാന് കിട്ടിയ വോട്ട് കിട്ടാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇപ്പൊ അങ്ങ് ജയിക്കും? മെട്രോമാൻ നിന്നിട്ട് ജയിച്ചിട്ടില്ല. മെട്രോമാനെ ശ്രീധരനെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന പാലക്കാട്ടെ ജനം ഒരു പക്ഷേ വോട്ട് ഷാഫി പറമ്പിൽ ചെയ്തിട്ടുണ്ടാകാം എന്ന് പറഞ്ഞ സാഹിത്യ ഭാഷയിൽ കോൺഗ്രസിന്റെ വോട്ട് ഈ തൃശ്ശൂരിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ട് നിലനിന്നില്ല? അത് നിലനിൽക്കാതിരുന്നത് കൊണ്ടാണ് ലോകസഭയിൽ ശ്രീധരൻ സാറെ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇനി മറുപടി പറയല്ലോ. 4 കാര്യങ്ങൾ പറ. 4 കാര്യം. 1 മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മറുപടി വേണം. 2 കർഷകരുമായി ബന്ധപ്പെട്ട മറുപടി പറയണം. 3 വയനാടുമായി ബന്ധപ്പെട്ട മറുപടി പറയണം. 4ാമത് ഇപ്പോൾ നിതിൻ ചേട്ടൻ ചോദിച്ച 3ാം സ്ഥാനത്ത് നിൽക്കുന്ന നിതിൻ ചേട്ടൻ 23-ാം തീയതി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന നിതിൻ ചേട്ടൻ ചോദിച്ച മറുപടിയും പറയണം. ഇവർ ഇത്രയും നേരം തർക്കിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. 2ാം സ്ഥാനത്തുകാരും 3ാം സ്ഥാനക്കാരും എന്തിനു തർക്കിക്കണം? ഞങ്ങൾ കൃത്യമായി 1ാം സ്ഥാനത്ത് വരുന്നവരാ, സംശയമില്ല. കഴിഞ്ഞ വർഗീയത കളിച്ച് വോട്ട് മേടിച്ചു അവരുടെ ഡീൽ ഉണ്ടാക്കിയതല്ല. ബാലേട്ടൻ നിങ്ങളെ കൂടിയിട്ട് ഒരു സംശയം വേണ്ട. 23-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റു തുന്നം പാടും. അതിന് മുന്നൊരു കാര്യം പറഞ്ഞു. കേന്ദ്ര സർക്കാർ 4 കൊല്ലമായിട്ട് 438 രൂപയാണ് കൃത്യമായി ക്വിന്റലിന് കൂട്ടിയത്. ഈ നിതിൻ ചേട്ടന്റെ പാർട്ടി 233 റുപ്യ 438 നെല്ല് ക്വിന്റലിന് കൂട്ടിയപ്പോ 233 റുപ്യ പാർട്ടി കുറച്ചു. എന്തിന്റെ എന്നിട്ട് ചോദിക്കുകയാണ്, കർഷകന്റെ വിഷം മാറോ? കർഷകന്റെ പട്ടിണി മാറോ? മാറില്ല ചേട്ടാ. വളത്തിന്റെ സബ്സിഡി എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫസൽ ഭീമാ യോജനയിലൂടെ കർഷകന് കൊടുത്ത സൗകര്യം കിസാൻ സമ്മാൻ നിധി. അനിൽ നമ്പ്യാർ നിങ്ങൾ നിഷ്പക്ഷനായിട്ട് തന്നെ മറുപടി പറയണം. കിസാൻ സമ്മാൻ നിധി പദ്ധതി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും കൊടുത്തില്ലേ? ഫസൽ ഭീമാ യോജനയിൽ വന്നിട്ടുള്ള പദ്ധതികൾ വിളനശിച്ചവർക്ക് കിസാൻ സമ്മാൻ നിധി രാഷ്ട്രീയം നോക്കിയല്ല കൊടുക്കുന്നത്. ആ കർഷക സമരത്തിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. നാല് കാര്യത്തിന് മറുപടി നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തരണേ. ആ കാര്യം പറയുമ്പോൾ നിങ്ങൾ പാലക്കാടിന്റെ കർഷകനെ പറയുമ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവല്ലേ. ചാപ്പി തോറ്റ കുച്ചയാണത്, ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാല് പാലക്കാടിന്റെ ഷാഫി ആ വീട്ടിലൊന്ന് പോയിട്ട് ആ നെല്ലെടുത്ത് കഴിവില്ലെങ്കിൽ കൊണ്ടുപോയിട്ട് അത് വിറ്റ് ജനങ്ങളോട് പറയാം, കർഷകനെ സംരക്ഷിക്കാൻ സോയ തയ്യാറില്ലെന്ന്. ചോയയുടെ ചാവി തയ്യാറുണ്ടായിരുന്നില്ലെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലും തയ്യാറാവില്ലെന്ന്. കർഷകരെ സംരക്ഷിക്കില്ലെന്ന്, നെൽകർഷകരെ സംരക്ഷിക്കില്ലെന്ന് പറ്റിക്കുമെന്ന് ജനങ്ങൾ കേട്ടോ. പറ്റിക്കുമെന്ന് സോയ കോൺഗ്രസിന്റെ നേതാവ് തരില്ലെന്ന് ഞങ്ങൾ പറയുന്നു. കൃഷ്ണകുമാർ കർഷകന് കൃത്യമായി അത് കൊടുത്തിരിക്കും. ഇനി ചോദിച്ചോട്ടെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഞാൻ ചോദിച്ചു ഉല്ലാസ് BJP ജയിച്ചാൽ അത് പറയൂ. അല്ല ഉല്ലാസ് പറയൂ, BJP പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞങ്ങൾ നെല്ലിന്റെ സംഭരണ വില 40 രൂപയാക്കും. പറയാൻ തയ്യാറുണ്ടോ?
21 രൂപയാണ് ഇപ്പൊ നിതിൻ അതെങ്ങനെ ഉല്ലാസം എങ്ങനെ പറയുന്നേ? അല്ല നിതിൻ ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ബിജെപിക്ക് വേണ്ടി പറയുന്നത് നിതിൻ ചേട്ടാ അല്ല എന്ന് പറഞ്ഞാൽ ഉല്ലാസിന്റെ ശബ്ദത്തിന് ബിജെപിയിൽ വിലയില്ല എന്നല്ലേ അത് അംഗീകരിക്കുന്നുണ്ടോ? അല്ല ഞാൻ ചോദിച്ചത് 21 രൂപയ്ക്ക് പാലക്കാട്ടെ കൃഷിക്കാർക്ക് നെല്ല് ഉണ്ടാക്കാൻ പറ്റുമോ? ഉല്ലാസ് ഇതൊക്കെ പറയല്ലേ? കർഷകന്റെ വിഷയത്തിൽ, മുനിസിപ്പാലിറ്റിയുടെ വിഷയത്തിൽ പാലക്കാട് കർഷകന്റെ പേരും പറഞ്ഞ് വോട്ട് മേടിച്ച ഒരു കൃഷ്ണുട്ടിയേട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വൈദ്യുതിക്ക് ഇടക്കിടക്ക് അങ്ങനെ ചാർജ് കൂട്ടിയിട്ട് ഒന്ന് അബദ്ധത്തിൽ AC ഇടാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ, അബദ്ധത്തിൽ മോട്ടോർ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ സ്ലാബ് ട്വിസ്റ്റ് ചെയ്ത് കാശ് ഇങ്ങനെ ജനങ്ങളുടെ പോകുന്ന സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള കൃഷ്ണുട്ടിയേട്ടൻ വലിയ കർഷകനല്ലേ? സ്നേഹം കാണിച്ചോ? ഈ MP രാജേഷ് അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. രാഷ്ട്രീയത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി, ഞാൻ വ്യക്തിബന്ധമല്ല പറയുന്നത്. പക്ഷേ ആ MP രാജേഷ് കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയെ ചതിച്ചവരിൽ 1-ാം നമ്പറുകാരനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഈ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി വളർന്നുകൂടെന്നുള്ള അജണ്ട അദ്ദേഹത്തിനുണ്ട്. ഈ ഷാഫി പറമ്പിൽ ഈ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഒരു കാരണവശാലും വികസനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വരരുത് എന്ന് അജണ്ടയുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഷാഫി പറമ്പിലും ഈ MP രാജേഷും ഈ CPM അതുപോലെ തന്നെ ഇവരുടെ UDF മുന്നണിയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പാലക്കാട് നഗരസഭയെ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് പറ്റിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മെട്രോമാൻ ശ്രീധരനെ തോൽപ്പിക്കാൻ ഇവർ തമ്മിൽ അവിശുദ്ധ ബാന്ധവം ഉണ്ടാക്കിയതും വോട്ട് കച്ചവടം നടത്തിയതും. പിന്നെ വയനാടിന്റെ വിഷയം പറഞ്ഞു. 2013 ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ബഹുമാനനായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അറിയാലോ. അദ്ദേഹം ആണ് ഈ ദേശീയ ദുരന്തമാക്കാൻ ഈ പരിപാടി നടക്കില്ല എന്ന് പാർലമെന്റ് പറഞ്ഞ രേഖയുണ്ട്, നിങ്ങൾ നോക്കിക്കോട്ടെ, ഞാൻ അറിയില്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? മൻമോഹൻ സിംഗ് സർക്കാരിനോടാണ് നിങ്ങൾ യുദ്ധം പൊട്ടേണ്ടത്. എന്ത് ഇതേപോലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യമാകില്ല. ഞാൻ ആ ഡീറ്റെയിൽ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. മൻമോഹൻ സിംഗ് ആണ്, മൻമോഹൻ സിംഗ് സർക്കാരാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സിസ്റ്റം ഉണ്ടാകില്ല. ആ ക്രൈറ്റീരിയ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് വയനാട് ആ സമയത്ത് പൊട്ടുന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം. ആദ്യം അത് കേൾക്കാൻ തീരുമാനിക്കും, അത് കേൾക്കാനുള്ള മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിക്കില്ല. ആ തെറ്റിദ്ധരിപ്പിക്കില്ല, കേൾക്കാനുള്ള മനസ്സ്, ക്ഷമ. ഇങ്ങനെ ഷാഫി പറമ്പിലെ പോലെ പറ്റിക്കാൻ നിൽക്കരുത്. മനസ്സിലാക്കണം, ഷാഫി പറമ്പിലെ പോലെ പറ്റിക്കാൻ നിൽക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി കേൾക്കാൻ തയ്യാറുണ്ടാകണം. ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ തയ്യാറുണ്ടാവണം. മറുപടി കേൾക്കണ്ട എന്ന് പറയുന്നത് എന്താണെന്നറിയോ? തട്ടിപ്പും നുണയും നടത്താനാ ഈ ചതിച്ചവരുടെ പാർട്ടി നേതാവാ നിങ്ങൾ. ഷാഫി പറമ്പിൽ നാടിനെ ചതിച്ചവനാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും എന്നോട് വേണ്ട. അതായത് 80 കോടി രൂപ BJP ഭരിക്കുന്ന സർക്കാരടക്കം കൃത്യമായി ഫണ്ടുകൾ ഈ കേന്ദ്ര സർക്കാർ കൊടുത്തോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഒരു കാര്യം പറഞ്ഞിരുന്നവരോട്, ഇവരുടെ ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പരിഗണിക്കില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇവർ കൊടുത്തത് കണക്ക് തെറ്റാണ്. ഇവർ അങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? കൃത്യമായി 720 കോടി രൂപ റിപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ പാർലമെന്റ് രേഖ പരിശോധിക്കണം. ഉല്ലാസ് ഒറ്റ മിനിറ്റ്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു പോയത്. ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റിൽ തെറ്റുണ്ട്. ഉല്ലാസിന്റെ വാദം ഞാൻ അംഗീകരിക്കാം. എസ്റ്റിമേറ്റിൽ തെറ്റുണ്ട് എങ്കിൽ കേന്ദ്രം ചെയ്യേണ്ടത് ാണ് പെരുപ്പിച്ച കണക്കുകൾ. അതായത് അല്ല, ഒരു ഡെഡ് ബോഡി സംസ്കരിക്കുക 75,000 രൂപ. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അനിൽ നമ്പ്യാർ, നമ്മുടെ ശ്രീ ഉല്ലാസ്, നമ്മുടെ വീടുകളിൽ പ്രായം ചെന്ന ഒരാൾ മരിക്കുന്നത് പോലെയല്ല ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടതും മരണപ്പെട്ടതുമൊക്കെ. നിങ്ങൾ നോക്കൂ, ചൂരൽമലയിൽ ദുരന്തമുണ്ടായ ദുരന്തബാധിതരുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്തത് നിലമ്പൂരിനടുത്ത ചാലിയാർ പുഴയിൽ നിന്നാണ്. അത് പെറുക്കിക്കൂട്ടി കൊണ്ടുവരികയാണ്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെക്കുമ്പോൾ ശരീരാവശിഷ്ടങ്ങൾ ആരുടേത് എന്ന് പോലും തിരിച്ചറിയാനാവില്ല. ആ തിരിച്ചറിയാനുള്ള മാർഗം ഇന്ന് DNA ടെസ്റ്റാണ്. ഒരു DNA ടെസ്റ്റ് നടത്താൻ 13,000 രൂപ ചെലവാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നിലവിൽ. ചിലപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് 6, 7, 10, 15 തവണ ടെസ്റ്റ് നടത്തുമ്പോഴായിരിക്കും മൃതദേഹം തന്നെ തിരിച്ചറിയാൻ കഴിയുക. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കണക്ക് എസ്റ്റിമേറ്റ് ആണ്
10 കോടി രൂപ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നു എന്ന നിലയിൽ കണക്ക് വെച്ചപ്പോ ആ കണക്കിനെ ഈ കേരളത്തിലെ ഉല്ലാസ് ബാബുവിന്റെ ഒരു ബോഡി സംസ്കരിക്കാൻ 75,000 രൂപ എസ്റ്റിമേറ്റ്. അത് സൗജന്യമായിട്ടല്ലേ, ഒരു നയാ പൈസ വാങ്ങാതെ. മൃതദേഹം തിരിച്ചറിയൽ, സംസ്കരിക്കൽ, ഈ കാര്യങ്ങൾക്കെല്ലാമാണ്. അപ്പോ നോക്കൂ, അല്ല ഉല്ലാസ് ബാബു എവിടെയെങ്കിലും ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 എന്ന കണക്ക് ഈ കേന്ദ്രമന്ത്രി ഉണ്ടാക്കിയതാണ്. മരണപ്പെട്ടു പോയ ആളുകളുടെയും ആ ചിലവിന്റെ എസ്റ്റിമേറ്റിനെയും അടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കിയ. ഞാൻ ചോദിക്കട്ടെ, ശരി, ഇനി വാദത്തിന് വേണ്ടി ഞാൻ ഉല്ലാസ് ബാബു പറഞ്ഞത് അംഗീകരിക്കുന്നു. കേരളത്തിലെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ കണക്കിൽ തെറ്റുണ്ട്, പിശകുണ്ട്, ശരിയല്ല എന്നിരിക്കട്ടെ. കേന്ദ്രം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ തെറ്റായ എസ്റ്റിമേറ്റ് ആണ് തന്നത്, ഞങ്ങൾ നൽകില്ല എന്ന് പറയലാണോ? വയനാട്ടിലെ ദുരന്ത ബാധിതരോട് കേന്ദ്രം എടുക്കേണ്ട സമീപനം അതാണോ? നിങ്ങൾ പറയേണ്ടത് എന്താ? ഇന്ന പിശകുകളുണ്ട്, അത് തിരുത്തണം. അല്ല നോക്കൂ, ഇപ്പൊ പറഞ്ഞ എന്താ? പ്രഖ്യാപിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ ചെയ്ത സഹായത്തിന് എത്ര കിട്ടി, എത്ര കൊടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്. CMDRF-ലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരന്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നൽകേണ്ട പണമുണ്ട്. എത്ര കോടി മാൻഡേറ്ററി ആയിട്ട് നൽകേണ്ടതാണ്. അത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി കൊടുത്തില്ല. കേരളത്തിൽ ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ? കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് മാത്രം ഒരുപക്ഷെ നേരിടാൻ കഴിയുന്ന ദുരന്തമല്ല, അതിന്റെ അപ്പുറത്തുള്ള വലിയ അപകടകരമായ സാഹചര്യമാണ് വയനാട്ടിൽ ഉണ്ടായത്. ആ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം. അനുവദിക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, നേരത്തെ പ്രളയകാലത്ത് വന്നിറങ്ങിയ പട്ടാളത്തിന് അവർ നിർമ്മിച്ച ബെയിലി ബ്രിഡ്ജുകൾക്ക്, അതുപോലെ തന്നെ അവരുടെ ഹെലികോപ്റ്ററുകൾക്ക് വാടക ചോദിച്ചവരാണ് കേന്ദ്രത്തിലെ BJP. ഈ കേരളത്തിലെ ജനതയോട് അതിന്റെ വാടക അടയ്ക്കണം എന്ന് ഉത്തരവിറക്കിയവരാണ് BJP സർക്കാർ. ഇപ്പോ അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ആണ് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കിയത്. എങ്ങനെയെങ്കിലും ഉല്ലാസ് ബാബു, ആ തെറ്റായ നിയമങ്ങൾ തിരുത്താനല്ലേ ഇന്ത്യയിലെ ജനം നിങ്ങൾക്ക് അധികാരം തന്നത്? നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? അതല്ലേ ജനം ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുമ്പോ കോൺഗ്രസ് നടത്തിയത് നടപ്പിലാക്കാനാണ് നിങ്ങളുടെ കാര്യമില്ലല്ലോ. അപ്പോ ഉല്ലാസ് ബാബു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ആ രാഷ്ട്രീയ വിവേചനത്തെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഞങ്ങൾ ഇനി ഇതിൽ മാത്രമല്ല എല്ലാ കാര്യം. ഇപ്പോ കേരളത്തിൽ 1600 രൂപ ക്ഷേമ പെൻഷൻ ഉണ്ട്. ആ ക്ഷേമ പെൻഷനിൽ 4 മാസത്തെ കുടിശ്ശികയുണ്ട്. ആ 4 മാസത്തേതിൽ 2 മാസം ഈ ഡിസംബറിന് മുമ്പ് തീർക്കുമെന്ന് പറഞ്ഞു. 1 ഗഡു കൊടുത്തു കഴിഞ്ഞു. അടുത്ത 2 ഗഡു 2025 നൽകുമെന്ന്. ഞാൻ ഉല്ലാസ് ബാബു ചോദിക്കുന്നത്, ഈ ക്ഷേമ പെൻഷനിൽ കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ്? നമ്മുടെ നാട്ടിലെ വിധവാ പെൻഷൻ 200 രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം. വാർദ്ധക്യകാല പെൻഷൻ 400 രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം. ഇതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. ബാക്കി അത് പറഞ്ഞാൽ മതി. അല്ല, കേന്ദ്രത്തിന് അത് നൽകാനില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ കേരളത്തിനകത്ത്, നിങ്ങൾ നോക്കൂ അനിൽ നമ്പ്യാർ, ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 100 മാസം തികഞ്ഞല്ലോ. നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു, ഈ 100 മാസത്തിൽ 4 മാസത്തെ കുടിശ്ശികയുള്ളൂ, ബാക്കി 96 മാസവും കൊടുത്തു. എങ്ങനെ കൊടുത്തു? സോയയുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 500 രൂപയായിരുന്ന പെൻഷൻ 100 രൂപ കൂടാൻ 5 കൊല്ലം വേണ്ടി വന്നു. ഞങ്ങൾ 1600 രൂപയാക്കി 62 ലക്ഷം ആളുകൾക്ക് കൊടുത്തിട്ടാണ്. നോക്കൂ, 100 മാസത്തിൽ 96 മാസവും ഞങ്ങൾ കൊടുത്തു. ആ കൊടുക്കുന്നതിൽ കേന്ദ്രത്തിന്റെ സഹായം, കർഷക തൊഴിലാളി പെൻഷൻ ഇല്ല, വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും 200 രൂപ 500 രൂപ. എല്ലാറ്റിനും കേന്ദ്രം കേന്ദ്രത്തിന്റെ പണി എന്താ? കേന്ദ്രത്തിന്റെ പണി എന്താ? നിങ്ങളുടെ പണി എന്താ? കേന്ദ്രത്തോട് കടം ചോദിച്ചു കിടക്കില്ല. ഉല്ലാസ്, ഒരു മിനിറ്റ്. ഈ വരുമാനം ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്നത്? നമ്മുടെ കുടിയന്മാരില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലോട്ടറി അല്ലാതെ വേറെ എവിടുന്നാ വരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. GST നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു സാധനത്തിന് നികുതി കൊടുക്കാൻ പറ്റുമോ? ആകെ പറ്റുന്നത്
പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മദ്യത്തിന്റെയും കാര്യത്തിൽ ദൂരത്തിന് ഒരു കുറവുമില്ല. ദൂരത്തിന് കുറവുമില്ല. അല്ല, ഞാൻ പറഞ്ഞു നവകേരള ബസ് എവിടെയാ? നവകേരള ബസ് എവിടെയാ? നവകേരള ബസ്സിൽ നടത്തിയിട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ കിട്ടിയിട്ടുള്ള ഒരു പരാതി നിങ്ങൾ പരിഹരിച്ചോ? ഒരു പരാതി നിങ്ങൾ പരിഹരിച്ചോ? നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 10 കൊല്ലത്തിനിടയിൽ എത്ര ലക്ഷം കോടിയുടെ നാട്ടിൽ നാട്ടിൽ ഇന്ത്യയിൽ ശൗചാലയം നിർമ്മിക്കാൻ എന്ന പേരിൽ ഇന്ത്യയിലെ പെട്രോൾ ശൗചാലയം വേണ്ടേ? അല്ല, വേണം. അല്ല, ശൗചാലയം വേണ്ട എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മോഡി ഭരിച്ചിട്ടും അതായിട്ടില്ല എന്ന് സമ്മതിച്ചാൽ മതി.